ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ അവൻ എത്തി. അല്ലാത്ത ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു ലേശം. നിങ്ങൾ ആരാ എന്ന തലവരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. മാധ്യമാരാ അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയി. ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ്. പ്രഷറിന്റെ ഗുളിക 10 എണ്ണം വെച്ചാ ഞാനിപ്പോ കഴിക്കണത്. അതിന്റെ എണ്ണ ഇനി കൂട്ടരുത്. ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ നിങ്ങള്? അങ്ങനെ ചോദിച്ചാ ഏതാ ചാനല്? ബെസ്റ്റ്. ശങ്കരൻ സാർ ആരാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ ഏറ്റില്ല. അവനാണൊരു കമ്മ്യൂണിസ്റ്റാ. ഓ, ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുക അശൂലം. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെയൊക്കെ ലാത്തി അടിക്കും, അല്പം സ്വല്പം ഓസിന്നിരിക്കും. ഏതാ? സൗകര്യമല്ല പറയാൻ. ഗോപി, ഇത് ശരിയാവില്ല. അതിന്റെ കാരണം നിങ്ങൾ ശക്തമായിട്ട് വ്യക്തമാക്കേണ്ടി വരും. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. അങ്ങനെ വഴിക്ക് വാ, ഇനി നമുക്ക് സംസാരിക്കാം. ഞാൻ ഒന്നുകൂടി മൂപ്പിക്കണേ. അതാണല്ലോ മറുപടി. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഉത്തരവുകൾ പ്രഭോ. നീ കുറെ നേരമായിട്ട് വളയുന്നുണ്ട്. രാവിലെ മുതൽ നീ എന്റെ ബാക്കിട്ട് കറങ്ങാട്ടെ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. തൃപ്തിയായില്ലേ? ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. എനിക്ക് നേരെ മറിച്ചാ പറയാനുള്ളത്. അല്ല, എനിക്കിപ്പം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നീ ചളമാക്കരുത്. പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വേഗം പോ. ഇപ്പൊ സുരേഷ് ഗോപി എന്റെ ശത്രു ഒന്നുമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രമാണ്. അല്ല, ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. തൽക്കാലം എന്നെ ഇവിടെ നാട്ടിക്കല്ലേ സാർ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. എന്നെ കൊണ്ട് പറയിക്കരുത്. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. ആൾക്കാരുടെ മുമ്പിൽ ചൊല്ലിയാൽ ഊരരുത്. എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. കാമഡി ചെല്ല്. എന്തായാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ലല്ലോ. അപ്പളേ നമ്മൾ പിന്നെ വരാം.